ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയാണ് കണ്ടത്. കുറേ കാലമായിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയാണ്. ഒരുപാട് ആൾക്കാർ പലതരത്തിലുള്ള ഫാൻ തിയറീസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോലും ഗാമയെക്കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി വരെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ സിനിമയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു LJP സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെപ്പോഴും പുള്ളിയുടെ സിനിമ വരുമ്പോൾ ആവർത്തിച്ച് പറയാറുള്ളൊരു കാര്യമാണ്, നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ്. അത് തന്നെയാണ് പുള്ളിയുടെ ഓരോ സിനിമയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പുള്ളിക്കാരനെ ആരെയും ഇമ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല, ചേഞ്ച് ചെയ്യാൻ താല്പര്യമില്ല. അതേ ഫോർമാറ്റ് തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നൊരു സിനിമയിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി സിനിമയിലേക്ക് വരുമ്പോൾ ഏതോ ഒരു കാലം, ഏതോ ഒരു ദേശം, എവിടെയൊക്കെയുള്ള കുറേ മനുഷ്യർ, അവർക്കിടയിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരു കാലമൊന്നോ ഒരു ദേശമൊന്നോ അവിടെ സംഭവിച്ചൊന്നോ ഇവിടെ സംഭവിച്ചൊന്നോ പറയാതെ വ്യത്യസ്തമായ തരത്തിലൂടെ കഥയെ പറഞ്ഞു പോകുന്ന ഒരു രീതി. ആ ശൈലിയിൽ നിൽക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ സംഭവിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ, അവർക്കിടയിൽ ഒരു നാടോടി കഥ പോലെ പറഞ്ഞു കേൾക്കുന്ന കുറേ കഥകളും അവിടെ ഉണ്ടാകുന്ന കുറച്ച് കഥാപാത്രങ്ങളും ഒക്കെയാണ് ഈ സിനിമയിൽ നമ്മളോട് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഗംഭീര വർക്കാണ്. ഒരു ഇൻ്റർനാഷണൽ സിനിമ എന്ന് പറയുന്ന ഒരു ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലുള്ള ഫ്രെയിംസ്, ഒരു രക്ഷയില്ല. നിങ്ങൾ ഏതൊരു വിഷ്വൽ എടുത്ത് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ ഏതൊരു വിഷ്വൽസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കിടിലൻ ഫ്രെയിം തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അത്ര ഗംഭീരമായിട്ടുള്ള വിഷ്വലൈസേഷനാണ്. ഇതിൽ ചമതകൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ നാണം കെട്ട് തിരിച്ചു പോകുന്നൊരു സീനുണ്ട്. ഒരു ചെറിയ ഒരു ആർക്ക് ഷേപ്പിൽ ഒരു മല വരുന്നിട്ട്, അപ്പോൾ ആ കുന്നിന് മുകളിലൂടെ അയാൾ നടക്കുന്ന ആ ഒരു ഫ്രെയിം എനിക്കത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിമാണ് സംഭവം. അത് ഭയങ്കര രസമായിരുന്നു. അയാളുടെ പിന്നിലൂടെ വരുന്ന ആളെ കുത്തിക്കൊന്നതിന് ശേഷം അയാളിങ്ങനെ നിന്ന് അലറി വിളിക്കുന്ന ഒരു സീനുണ്ട്. അതൊരു ഗംഭീര സാധനമായിരുന്നു. അവിടുത്തെ കളർ ഗ്രേഡിങ് ആണെങ്കിലും ഒക്കെ ഭയങ്കര രസമാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ടോട്ടലി ഒരു ടോപ്പ് നോച്ച് സിനിമാറ്റോഗ്രാഫിയാണ്. മധു നീലകണ്ഠൻ്റെ ഈ ഒരു സിനിമാറ്റോഗ്രാഫി ഗംഭീര വർക്കാണ്. പിന്നെ ആർട്ട് വർക്ക് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ട് വർക്കിനൊക്കെ ആണെങ്കിൽ വളരെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു ക്വാളിറ്റി സ്റ്റഫ് എന്ന് എടുത്തു പറയാൻ പറ്റുന്നൊരു സാധനം. പിന്നെ LJPയുടെ സംവിധാനം, അത് പറയേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ അതിന് എന്താണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണയും ഐഡിയയും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു കാര്യം വൃത്തിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അത് ഈ സിനിമയിൽ കാണാൻ പറ്റും. ഈ ഒരു സംഭവത്തിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു IFFK അതുപോലത്തെ ഒരു വേദിയിലോ മറ്റോ ആണെങ്കിൽ ഈ സിനിമയ്ക്ക് നല്ല വരവേൽപ്പ് കിട്ടും. പക്ഷേ ഇന്ന് തിയേറ്ററിൽ കിട്ടിയതാവട്ടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും. ഒരുത്തിന് ചായ കുടിക്കാൻ പോകണം, അതിനിടയിൽ കൗണ്ടർ അടിക്കണം, തമാശകൾ പറയണം. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ നിന്ന് മനസ്സിലാക്കിയത്, ഞാൻ വിഷ്വൽ റെക്കോർഡ് ചെയ്യണമെന്ന് ഞാൻ പലതവണ കരുതിയതാണ്. പക്ഷേ എൻ്റെ ആസ്വാദനം പകുതി അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവരെയും കൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത് കൂടി ഇല്ലാതായി പോകുന്നുള്ള വിഷമം കൊണ്ട് തൽക്കാലം ഞാനത് ഒഴിവാക്കിയാണ്. ഈ ഫാൻസുകാർ തന്നെയാണ് സത്യത്തിൽ ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശാപം. മറ്റൊന്നുമല്ല, ഒരു സിനിമ അവരുദ്ദേശിക്കുന്ന രീതിയിൽ വന്നില്ലെങ്കിൽ അവർ തന്നെ കൂക്കി വിളിക്കും, അവർ തന്നെ നിലവിളിക്കും. അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും സത്യസന്ധമായിട്ട് ഒരു കമൻറ്റോ അഭിപ്രായമോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവരെ പൂരത്തെറിയും വിളിക്കും. ഇത്രയും നാണം കെട്ട ഗതികെട്ട ഒരു ഫാൻസിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയധികം പൊട്ടിക്കരയുന്ന കുറേ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഒരു LJP സിനിമ അവർ പ്രൊമോഷൻ്റെ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഇതൊരു നാടോടി കഥ അല്ലെങ്കിൽ ഒരു അമർ ചിത്രകഥ പോലെ വരുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരു 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 ജസ്റ്റ് ഒരു എവിടെ നടക്കുന്നൊരു കഥ എന്നുള്ള രീതിയിൽ ഈ സിനിമയെ സമീപിക്കണം എന്ന് പറഞ്ഞവർ ഈ സിനിമ കാണാൻ വന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു ആറാം തമ്പുരാനും നരസിംഹവും അല്ലെങ്കിൽ പുളിക്കാട്ടിൽ ചാർലിയും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പോയിരുന്നിട്ട് ഒരു കാര്യമില്ല. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാറ്റസ് ഉണ്ട്, അതിന് അതിൻ്റേതായിട്ടുള്ളൊരു നിലയുണ്ട്. ആ രീതിക്ക് അനുസരിച്ച് ആ കഥാപാത്രങ്ങളെ ബിൽഡ് ചെയ്യത്തുള്ളൂ. ഇനി ഈ സിനിമയുടെ നെഗറ്റീവ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഗ്. ഒരു സാധാരണ പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ഇവിടെ കുറഞ്ഞു പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അത്രയും ടൈം 2.5 മണിക്കൂർ ഒരു കഥ അതേ രീതിയിൽ തന്നെ പ്ലെയിനായിട്ട് തന്നെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇവിടെ വേറൊരു തരത്തിലുള്ളൊരു ഫോർമാറ്റ് യൂസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയേനെ. ഇത് ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈനിങ് ആയിരുന്നു, സ്റ്റോറി നറേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് സിനിമ അതിനനുസരിച്ച് ഇങ്ങനെ വളരെ സ്ലോ പേസിൽ പോകുന്നുണ്ട്. അത് LJPയുടെ കയ്യിൽ ഭദ്രമാണെങ്കിലും കാണുന്ന പ്രേക്ഷകന് അത് അത്രത്തോളം സുഖിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇനി പ്രകടനങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്നൊരു നടൻ അദ്ദേഹത്തിന് ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും നല്ല മാക്സിമം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ മറ്റ് കഥാപാത്രങ്ങളെല്ലാവരും, എസ്പെഷ്യലി എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ചമതകൻ എന്ന് പറയുന്നൊരു വില്ലൻ ക്യാരക്ടറുണ്ട്. ഒരു ഗംഭീര ക്യാരക്ടറാണ് ആ പുള്ളി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ആ കഥാപാത്രം ഞാൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം എൻ്റെ മനസ്സിൽ. നമുക്ക് ആഗ്രഹിക്കാമല്ലോ, കിട്ടിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയില്ല, അങ്ങനെ ഒരു കഥാപാത്രം ചെയ്താലോ എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചു. ഇനിയിപ്പോൾ ട്രോളാൻ വരുന്നവർക്ക് ട്രോളാം, അതെന്തോ ആയിക്കോട്ടെ, അത് എൻ്റെ വിഷയമല്ല. പക്ഷെ പറയാനുള്ളത് ഞാൻ പറയും. തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ചിലയിടത്തുള്ള ഒരു ലാഗിങ്, അത്
ആ ഒരു സ്ട്രെയിറ്റ് കഥ പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു ഇതാണ്. അതൊക്കെ ഒന്ന് ഒഴിവാക്കി കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗത്തിന് വേണ്ടിയിട്ടുള്ളൊരു തുടക്കം ഇടാതെ പകരം ഇതൊരൊറ്റ സ്റ്റോറി ആയിട്ട് തന്നെ കുറച്ചുകൂടെ എൻഗേജിങ് ആക്കിയിരുന്നെങ്കിൽ ഈ സിനിമ ഇപ്പൊക്കെ പറയുന്നതിൻ്റെ വേറെ ലെവൽ പോയേനെ. കാരണം അതങ്ങനെയാണ്, ആ സിനിമയ്ക്ക് കിട്ടാവുന്ന ഒരു ഗംഭീര ത്രെഡാണ്, ഗംഭീര സ്റ്റോറി ലൈനാണ്. പക്ഷെ ആ സ്റ്റോറി ലൈൻ ഈ ഒരു സ്ലോ പേസിൽ കൊണ്ടുപോകാതെ കുറച്ചൊന്ന് ട്രിം ചെയ്ത് കുറേ സാധനങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് രണ്ടാം ഭാഗത്തിൽ എന്താണോ വെച്ചിരിക്കുന്നത് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു ഗംഭീര പടമായി പോയേനെ. ഇതിപ്പോൾ ഒരു നോർമൽ ഓഡിയൻസിന് ചെന്നിരുന്നു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റൂല. കാരണം അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആലോചിക്കുന്നത്. ട്രെയിലറിലൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു പഞ്ച്, ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, അത് തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് പലയിടങ്ങളിലും മിസ്സായി പോകുന്നുണ്ട്. അവർക്ക് കുറേ നേരം ഇങ്ങനെ ചുമ്മാ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ഒരു ഡ്രമാറ്റിക് സ്റ്റൈലിൽ കണ്ടുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കില്ല, അവർ എൻജോയ് ചെയ്യാൻ വരുന്ന ആൾക്കാരായിരിക്കും. സോ അങ്ങനെയുള്ള എലമെൻറ്റ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ പറഞ്ഞത് ഇതൊരു LJP സിനിമയാണ്. സോ അങ്ങനെ ഒരു മൈൻഡിൽ ഈ സിനിമയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ സിനിമ എനിക്ക് ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. ഒരു അടിപൊളി സിനിമയെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഈ ഒപ്പീനിയൻ 98% ആൾക്കാർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല എന്ന് നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. ഇത് എല്ലാവരുടെയും കപ്പിലെ കാപ്പിയല്ല, ഇറ്റ്സ് നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ളൊരു സിനിമയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് പോകാം. അതല്ല ഞാനൊരു LJP സിനിമ കാണാനാണ് തിയേറ്ററിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോളൂ. അല്ലാതെ ഒരു പുലിക്കാട്ടിൽ ചാർലിയെയോ ഒരു നരലിലെ വേലായുധനെയോ ഒക്കെ കാണാൻ ആഗ്രഹിച്ച് പോകുന്നവർ ദയവായിട്ട് വീട്ടിൽ ഇരുന്ന് ആ പടങ്ങളൊന്നുകൂടെ കാണണം. അപ്പോൾ കൂടുതലൊന്നും പറയില്ല, പുതിയ സിനിമ റിവ്യൂസും വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഇൻഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4/5 ആണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. രണ്ടാം ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരിൽ ഒരാളായിട്ട് ഞാനും ഉണ്ട്. മറ്റുള്ളവരെ പോലെ എന്തായാലും എനിക്ക് കുറ്റം പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തൽക്കാലം മുന്നോട്ട് പോകുന്നു. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.